പ്രൈസ് ലോ കർത്താവിന് ജനപരം നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കരുണാപ്രദത്തോട് ചേർന്ന് സഹകരിക്കുന്ന എല്ലാ പ്രാർത്ഥനാ സഹായികൾക്കും എൻ്റെ അഭിനയാംശവും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹം അറിയിക്കുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച തൊട്ട് ഈ തിങ്കളാഴ്ച വരെ കർത്താവ് നമ്മെ യോത്സവമാണ് വഴിനടത്തുവാൻ എത്തുന്നുള്ളൂ. കഴിഞ്ഞ തിങ്കളാഴ്ചയിൽ കർത്താവ് കൽപ്പിച്ച ദൈവവചനത്തെ ചൊല്ലി നമുക്ക് കഴിഞ്ഞ ദിവസം വരെയും അത് ധ്യാനിപ്പാനും അത് അനുഭവിപ്പാനും കർത്താവ് സഹായിച്ചല്ലോ. ഈ ആഴ്ചത്തെ ദൂതനായ ദിവസത്തോട് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് ഓർപ്പിച്ച വചന വെളിപ്പാടിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. സങ്കീർത്തനങ്ങൾ 107:20 വാക്യം. അവൻ തന്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി, അവർ കുഴികളിൽ നിന്ന് അവരെ വിടുവിച്ചു. വചനത്തെ അയച്ച് സൗഖ്യമാക്കുക ദൈവം എന്നുള്ളതാണ് കർത്താവ് സന്ദേശം. സ്തോത്രം. ആഗ്രഹിക്കുന്ന, നെടുവേർപ്പെടുന്ന, പ്രതിസന്ധിയിലായിരിക്കുന്ന, ആര് സഹായിക്കുമെന്ന് ഓർത്ത് ഭാരപ്പെടുന്ന വ്യക്തികളുടെ മേൽ അവൻ തൻ്റെ വചനത്തെ അയക്കുന്നവനാണ്. സ്തോത്രം. നമ്മൾ വളരെ ആഗ്രഹത്തോടുകൂടെ ചില വ്യക്തികളോട്, സ്ഥാപനങ്ങളോട് ഒക്കെ ചില മെസ്സേജ് അയക്കും. പകരം ഒരു മറുപടി വരാനായിട്ട്, പകരം ഒരു മറുപടി മെസ്സേജായിട്ട് വരാനായിട്ട് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് എൻ്റെ ദൈവം നിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിന്മേൽ നീ അലട്ടുന്ന പ്രശ്നങ്ങളുമേൽ ഉത്തരം അയക്കുന്ന ദൈവമാണ്. അവൻ ആ ഉത്തരം അയക്കുന്നവനാണ്. അവൻ അയക്കുന്നത് തന്നെ വചനത്തെ കൂടാണ് അയക്കുന്നത്. നമ്മുടെ രക്ഷാപ്രദനം 9-8 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. അവൻ യാക്കോബിൽ ഒരു വചനം അയച്ചു, അത് ഇസ്രായേൽ വീണിരിക്കുന്നുണ്ട്. വളരെ ആഗ്രഹത്തോടെ ആയിരിക്കുന്ന നിൻ്റെ മേൽ ഈ ആഴ്ചയിൽ തന്നെ വചനം അയച്ച് കർത്താവിന്റെ പ്രവൃത്തികൾ ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. യശയ്യാപ്രവചനം 55:11 വാക്യം വായിക്കുമ്പോൾ ഇപ്രകാരം കാണുന്നു. സ്തോത്രം. വചനം അയച്ച് കാര്യങ്ങൾ ചെയ്യുന്ന കാര്യം അവിടെ വ്യക്തമാക്കുകയാണ്. ഭൂമിയിൽ വിളവ് കിട്ടാനായിട്ട് തക്ക സമയത്ത് മഴയും മഞ്ഞും ദൈവം അയക്കുന്ന പോലെ ദൈവം തന്റെ വചനം അയച്ച് ചില വിടുതലുകളെ നിനക്ക് വേണ്ടി ചെയ്യുന്നുവെന്ന് അവർ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. സ്തോത്രം. വചനം അയച്ച് അവനൊരു വിളവുകളെ തരുമോ. നാളുകളായിട്ട് ആഗ്രഹിക്കുന്ന ചില ഫലങ്ങൾ അത് ലഭിക്കപ്പെടുവാൻ കഴിയാതിരിക്കുന്നുവെങ്കിൽ ദൈവം വചനത്തെ അയച്ച് ചില വിളവുകൾ തരുവാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ ഓർപ്പിക്കുന്നത് സ്തോത്രം. ഈ വെറുതെ അല്ല വചനം അയക്കുന്നത്. അവൻ അയച്ച കാര്യം സാധിപ്പിച്ചിട്ട് മാത്രമേ വചനം തിരിച്ചു വരത്തുള്ളൂ. ഇന്ന് രാവിലെ ദൈവം ഓർപ്പിക്കുന്നത്, ഈ ഭാരപ്പെട്ട വിഷയത്തിന്മേൽ ദൈവം തന്നെ വചനം അയച്ചു ദൈവപ്രവൃത്തികൾ ചെയ്യുവാൻ അവൻ ആഗ്രഹിക്കുന്നു. 147 സംഘത്തിന് 15 വാക്യം ഇങ്ങനെ വായിക്കുന്നു. ദൈവം തന്റെ ആജ്ഞ ഭൂമിയിൽ അയക്കുന്നു. ദൈവത്തിന്റെ ആജ്ഞ ഭൂമിയിൽ അയക്കുന്നു. സ്തോത്രം. 103 സംഘത്തിൽ 20 വാക്യം പറയുന്നു, അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ വീരന്മാരെ നിങ്ങൾ യഹോവയെ വാഴ്ത്തുവീനെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. സ്തോത്രം. ആജ്ഞ അനുസരിക്കുന്നവർ ആരാണ്? വീരന്മാരായി മാറുകയാണ്. വീരുക്കളായ വ്യക്തികൾ യേശുവിൻ്റെ വചനത്തെ അനുസരിക്കുമ്പോൾ അവർ ആരായി മാറുന്നു? വീരന്മാരായി മാറുന്നു. അങ്ങനെ ആജ്ഞ അയക്കുന്നത് നിന്റെ രൂപം മാറ്റാൻ വേണ്ടിയാണ്, നിന്റെ അവസ്ഥ മാറ്റാൻ വേണ്ടിയാണ്, നിന്റെ പേര് മാറ്റാൻ വേണ്ടിയാണ്. ഭീരുവായി നീ അയച്ച ആജ്ഞ സ്വീകരിക്കുമ്പോൾ നീ ഒരു ധീരനായിട്ട്, വീരനായിട്ട് മാറുന്നു എന്നവിടെ രേഖപ്പെടുത്തുകയാണ്. സ്തോത്രം. 147 സംഘത്തിന് 15 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവൻ ഭൂമിയിൽ തന്റെ വചനം അയക്കുന്നു. സ്തോത്രം. ആ വചനം ചിലരെ 18 വാക്യം, ആ വചനം ചിലതിനെ ഉരുക്കി മാറ്റുന്നു എന്നാണ്. ഉരുക്കി മാറ്റുന്നു. ഉരിയാത്തതിൽ നാളുകളായിട്ട് ശ്രമിച്ചിട്ട് മാറാത്തത്, നീങ്ങിപ്പോകാത്ത അതിന് ചിലത് നട്ടും ബോട്ടും ഒക്കെ അങ്ങ് തുരുമ്പിച്ച് സെറ്റാകുന്നു. അതൊരിക്കലും അത് അഴിക്കാൻ പറ്റത്തില്ലെങ്കിൽ അതിനവസാന പരിപാടിയാണ് ഉരുക്കി മാറ്റിയാന്ന്. ഉരുക്കി മാറ്റും. വെൽഡിംഗ് മെഷീൻ ഉപയോഗിച്ച് ഉരുക്കി അതിനെ മാറ്റും. അപ്പോൾ ഇന്ന് രാവിലെ ദൈവം പറയുന്നു, വർഷങ്ങളായി മാസങ്ങളായി പരിശ്രമിച്ചിട്ട് സാധിക്കാത്തതിന് വിഷയങ്ങളെ തടസ്സമായിരിക്കുന്നെങ്കിൽ അതിനെ ഉരുക്കി മാറ്റുവാൻ തക്കോണം ദൈവത്തിൻ്റെ വചനം നിന്റെ മേൽ ഈ രാവിലെ ദൈവം അയക്കുന്നുവെന്ന് ആത്മാവ് പറയുകയാണ്. സ്തോത്രം. വചനത്തെ അയച്ച് അവൻ ഉരുക്കുന്നു എന്നോട് വളരെ വ്യക്തമായി പറയുന്നു. ഇവിടെ നമ്മൾ പ്രധാനമായി വായിച്ച വാക്യത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കും. ഒന്ന്, അയക്കപ്പെടുന്ന വചനം വിഷയമാണ് സംസാരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം,
അത് വെറുതെയല്ല, അത് അയച്ച കാര്യം ഒന്ന്, അത് സൗഖ്യമാക്കുന്ന വചനമായിട്ടാണ് അയക്കുന്നത്. സ്വപ്നം. അപ്പോൾ 4:30 വാക്യത്തിൽ വായിക്കുന്നു, സൗഖ്യമാക്കുവാൻ നീട്ടുന്ന ഭുജമെന്ന്. ഈ ഭുജം സ്വത്രം ഒരിടത്ത് ചുരുങ്ങിയിരിക്കുന്നതല്ല, എത്ര മൈലുകൾ അപ്പുറത്തും ഈ വചനത്തിൻ്റെ ശക്തി നീണ്ടു ചെല്ലുവാൻ്റെ കോണം കഴിവുള്ളതാണ്. സൗഖ്യമാക്കുവാൻ വേണ്ടിയത് നിനക്ക് വേണ്ടി നീട്ടുന്നു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്തോത്രം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യെരമ്യാ പ്രവചനം 33:6 വായിക്കുന്നു, ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി എന്ന്. രോഗശാന്തിയും ആരോഗ്യവും വരുത്തി. അപ്പോൾ ഇന്നുവരെ വരാത്ത ചില വിടുതലുകൾ, ചില രോഗശാന്തികൾ, ചില സൗഖ്യങ്ങൾ, ചില ഉദ്ധാരണ പ്രവർത്തികൾ നിനക്ക് വേണ്ടി വരുത്തുവാൻ ദൈവമായിരിക്കുന്നു. നീ കാണ്, ഇതാണ് വാക്ക്, നീ കാണുക എന്നാണ്. അങ്ങനെ വരുത്തുവാൻ കർത്താവാന്നിരിക്കുകയാണ്. അപ്പോൾ 28 വാക്യത്തിൽ പൗലോസ് മിലിത്താ ദ്വീപിൽ രക്ഷപ്പെട്ടതിന് ശേഷമായ പുബ്ലിയോസ് ദ്വീപപ്രമാണിയുടെ അടുക്കൽ വേണ്ടിയായി. ആ ദ്വീപപ്രമാണിയുടെ അപ്പൻ പനിയും അതിസാരം പിടിച്ച് കിടപ്പിലായി മരണത്തോട് മല്ലടിച്ചപ്പോൾ പൗലോസ് അവനെ കൈവച്ച് പ്രാർത്ഥിച്ച് സൗഖ്യം വരുത്തി എന്ന് കാണുന്നു. സ്വന്തം ഇന്ന് രാവിലെ ദൈവം പറയുന്നു, നിന്റെ മേൽ വരാത്ത വിടുതലുകൾ, വരാത്ത അനുഗ്രഹങ്ങൾ പ്രാർത്ഥിച്ച് കൈവച്ച് വരുത്തുന്ന ദൈവ സാന്നിധ്യം അഭിഷക്തന്മാരെ ദൈവം നിനക്ക് വേണ്ടി കൽപ്പിച്ചാക്കാൻ പോവുകയാണ്. ഇതൊരു വരാത്തതിലത് വരുത്തുന്ന ദൈവകരം വ്യാപരിക്കുന്ന ആത്മാവ്. ഈ ദൂത് കേൾക്കുമ്പോൾ തന്നെ നിന്റെ മേൽ ദൈവകരം വ്യാപരിക്കുകയാണ്. സ്തോത്രം. ഇതിന് വരാത്ത വിടുതലുകൾ വരുത്തുന്ന ദൈവ സാന്നിധ്യം വെളിപ്പെടാൻ പോകുന്ന ഈ ആത്മാവ് ഓർപ്പിക്കുകയാണ്. സ്തോത്രം. എന്നാൽ മറ്റു ചില കാര്യങ്ങളോട് ദൈവമാവ് ഓർപ്പിക്കുന്ന ഞാൻ വേഗത്തിൽ പറയട്ടെ. യാക്കോബ് ലേഖനം 5:16 വാക്യത്തിൽ അവർ രോഗശാന്തിയെ പറ്റി ഓർപ്പിക്കുകയാണ്. ദീനക്കാരന് സൗഖ്യമാ ദൈവത്തെ കരുത്തവർ പറയുമ്പോൾ 16 വാക്യം പറയുമ്പോൾ ഇങ്ങനെ പറയും, നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് നിങ്ങൾ തമ്മിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഒരുവൻ പ്രാർത്ഥിപ്പീൻ എന്നാണ്. സ്തോത്രം. രോഗശാന്തി ദൈവസഭയ്ക്ക് ദൈവമക്കൾക്ക് ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? തമ്മിൽ പാപങ്ങൾ ഏറ്റുപറയണം. ഭാര്യയും ഭർത്താവ് തമ്മിലോ അപ്പനും അമ്മയും മക്കൾ തമ്മിലോ ഇടർച്ചകളോ ഭിന്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ഏറ്റുപറയുന്നെങ്കിൽ മാത്രമേ രോഗശാന്തി വരുത്തുള്ളൂ എന്നാണ്. സ്തോത്രം. അങ്ങനെ ഒരു പ്രാർത്ഥിച്ചാൽ രോഗശാന്തി ഉണ്ടാകുമെന്നാണ്. സ്തോത്രം. പുറപ്പാട് ദിവസം 26 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ദൈവമായ യഹോവയുടെ വാക്കിന് ശ്രദ്ധയോട് കേട്ട് ഞാൻ നിന്നോട് കൽപ്പിച്ച് നോക്കുകയും ചെയ്താൽ, സ്തോത്രം, മിസ്രൈമിലുള്ള ഒരു വ്യാധിയും നിനക്ക് വരുത്തത്തില്ല, ഞാൻ നിന്നെ സൗഖ്യമാകെ യഹോവയാകുന്നുവെന്ന് വളരെ വ്യക്തമായ പഴയ പുതിയ ഓർപ്പിക്കുന്ന അനേക വാക്യങ്ങൾ ഹീലിങ്ങിനെ പറ്റി, സൗഖ്യത്തെ പറ്റി കാണുന്നുണ്ട്. സ്തോത്രം. അവിടെ ഓർപ്പിക്കുന്ന വാക്കാണ്, ഞാൻ നിന്നെ സൗഖ്യമാകെ യഹോവയാകുന്നുവെന്ന്. സ്തോത്രം. യഹോവ. ആമേൻ. അങ്ങനെ സൗഖ്യമാക്കണമെങ്കിൽ രണ്ടാമത് എന്ത് ചെയ്യണം? നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് സത്യയോട് കേട്ട് അപ്രകാരം ചെയ്യുവാണ്ടാകണം. ദൈവനം കേൾക്കുക മാത്രമല്ല, കേട്ട അപ്രകാരം ചെയ്യുന്ന ഒരു വ്യക്തിയെ മാറിയാൽ ദൈവം നിന്നെ സൗഖ്യമാക്കും. ഒരു വ്യാധിയും നിനക്ക് വരുവാൻ ദൈവം സമ്മതിക്കത്തില്ല. എന്ന് വ്യാധികൾ പിടിച്ച് അനേകം ഭാരപ്പെടുമ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ആവശ്യമാണ്. മൂന്നാമത് ഓർപ്പിക്കുന്നത് പുറപ്പാട് 23-25 വാക്യങ്ങൾ വായിക്കുന്നു, നിന്റെ ദൈവമായ യഹോവയെ തന്നെ സേവിപ്പി, എന്നാൽ ഞാൻ രോഗങ്ങളെ നിന്നടും അകറ്റിക്കളയുമെന്നാണ്. ദൈവത്തെ മാത്രം സേവിക്കുക. മറ്റാരെക്കാളുപരിയായി ദൈവത്തെ വാസ്തവമായി സ്നേഹിക്കുവാനായിട്ട് ആരെ തയ്യാറാകുന്നു? അവൻ്റെ വീട്ടിലെ, അവൻ്റെ ശരീരത്തിലെ സ്തോത്രം രോഗങ്ങളെ അവൻ അകറ്റിക്കളയുവാൻ ദൈവം ആഗ്രഹിക്കുന്നതാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെ പരിശുദ്ധന്മാവിനെ ശബ്ദത്തിൽ വേർതിരിച്ചറിയുന്നുണ്ട്. ദൈവം തന്നെ വചനത്തെ നിനക്ക് അയക്കുന്നവനാണ്. വചനം അയച്ചാൽ ചില കാര്യങ്ങൾ നടക്കുവാണ്ടിയാകും. സ്വതന്ത്രം. നിങ്ങൾക്ക് രോഗശാന്തി വരുന്ന നീ ചില പ്രത്യേക ക്രമീകരണങ്ങൾ ചെയ്യേണ്ട ആവശ്യമാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ നിലമേൽ സൗഖ്യങ്ങൾ വരുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നു. ഇന്ന് രാവിലെ പരിശുദ്ധമാവേ സ്തോത്രം, ഈ ദൂത് മുമ്പാകെ സമർപ്പിക്കുന്ന സഹോദരന്മാരെ ഓർക്കണമേ കർത്താവ്. ഒരു വലിയ ദൈവപ്രവൃത്തി ദൈവത്തെ മക്കൾക്ക് വേണ്ടി വെളിപ്പെടുവാനും കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസം, ഈ ആഴ്ച ഒരു വിടുതലാഴ്ച മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന സ്തോത്രം ജനത്തെ ബ്ലസ് ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്.